ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടും തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് സക്സസ് ആകാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരാഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ അതിലൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കും. എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് പേര് മാത്രമാണ് യൂട്യൂബർ എന്നുള്ള രീതിയിൽ വിജയിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി പോവുകയാണ്. ഒരു പക്ഷേ ഓൾറെഡി നിങ്ങൾക്കൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പിഴക്കുന്നത് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത്, ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കാൻ കഴിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ചാനൽ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ചാനൽ തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ആൾ തുടങ്ങി, ഈ ആൾ തുടങ്ങി, നമുക്ക് വരുമാനം നേടണം, അല്ലെങ്കിൽ 4 ആളെ ഇടയിൽ അറിയപ്പെടണം, ഈ ഒരു ഇൻറ്റൻഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് ആവാൻ പറ്റില്ല. പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ചാനൽ വ്യൂവർ എന്തിന് കാണണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടോ എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇത് നേരെ തിരിച്ചും ചോദിക്കാം, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന പല വീഡിയോസും എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം വീഡിയോസ് തന്നെ ചെയ്യുന്നവരുണ്ട്, പുറത്തു നിർത്തി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും സക്സസ് ആകുന്നില്ല. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വിഷൻ അവർക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഒരു 100 വീഡിയോ ചെയ്താലാണ് റീച്ച് ആകുക എന്നുണ്ടെങ്കിൽ 100 വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ വേറൊരാൾ റീച്ചായത് കണ്ടിട്ട്, എന്നാൽ ഞാൻ വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാം, ഞാൻ പാട്ട് പാടാം, അപ്പോൾ പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പാട്ട് പാടാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. യൂട്യൂബിൽ ഇന്ന കണ്ടൻറ്റ് ചെയ്താലേ ക്ലിക്കാകും എന്നുള്ളൊരു നിയമമില്ല. ഏത് കണ്ടൻറ്റും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിറകിലേക്ക് നോക്കേണ്ട കാര്യമില്ല. യാതൊരു സ്കില്ലില്ലാത്തവർക്കും വീഡിയോസ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു താല്പര്യം വേണം. അതായത്, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേരുണ്ട് ഓർത്തഡോക്സ് പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ വേറെ സ്ഥലത്ത് നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവർ വോയിസ് ഓവർ മാത്രമാക്കിയിട്ട് ചെയ്തിട്ട് നല്ല പൈസ സമ്പാദിക്കുന്നവരുണ്ട്. ജനറൽ നോളജ് പറഞ്ഞിട്ട് അത് ജസ്റ്റ് സ്ലൈഡായിട്ട് കാണിച്ചിട്ട് പൈസ നേടുന്നവരുണ്ട്. സ്റ്റോറി വായിച്ചിട്ട് കഥ പറഞ്ഞിട്ട് കഥ വായിച്ചിട്ട് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് പൈസ നേടുന്നവരുണ്ട്. ഇതൊക്കെ ഒരു സ്കില്ലാണോ? ഒരിക്കലുമല്ല. ഇത് അവർക്ക് ആർക്കും ചെയ്യാം. യൂട്യൂബിൽ കുറച്ച് ക്ഷമ മാത്രം മതി. കുറച്ച് ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്യാനും ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്, നിങ്ങൾക്കതിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം നിങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി, എന്ത് വീഡിയോസാണ് ചാനൽ തുടങ്ങുമ്പോൾ ഇടേണ്ടത് എന്നുള്ളതും തീരുമാനിച്ചു. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.